LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം തിരിച്ചടിച്ചുവെന്ന് തുറന്നു പറഞ്ഞ പി രാജീവ്. മുദ്രാവാക്യം പൊതുജനങ്ങളിൽ മറ്റൊരു ബോധം സൃഷ്ടിച്ചുവെന്ന് പാർട്ടി വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങൾക്കപ്പുറം നടപടി വേണ്ടിയിരുന്നുവെന്നും പി രാജീവ് പറഞ്ഞു. ടി കെ അരവിന്ദൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരവിന്ദൻ, ഈ LDFനേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ പല രീതിയിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഈ പരാജയം സംബന്ധിച്ച്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്നത്. ഇത് തിരിച്ചടിച്ചുവെന്നാണ് ഇപ്പോൾ പി രാജീവ് അടക്കം പറയുന്നത്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങൾക്കപ്പുറം നടപടി വേണ്ടിയിരുന്നുവെന്നും വിമർശനം ഉയരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തെ വലിയ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പി രാജീവിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം അഴീക്കോട് നടന്ന EMSന്റെ ലോകം എന്ന സെമിനാറിലാണ്, അവിടെ നടന്ന ഒരു ഓപ്പൺ ചർച്ചയിലാണ്, പ്രതിനിധികൾ പങ്കെടുത്ത ഒരു ചർച്ചയിലാണ് ഇത്തരത്തിലൊരു അഭിപ്രായം ഉയർന്നത്. പ്രതിനിധികൾ പലരും പലതരത്തിലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രചരണം. ഈ പ്രചരണം കടുത്ത തോതിൽ തിരിച്ചടിച്ചു എന്നുള്ള കാര്യമാണ് രാജീവ് പറഞ്ഞത്. ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യം ജനങ്ങളിൽ മറ്റൊരു ബോധം സൃഷ്ടിക്കാൻ ഇടയാക്കി. അത് തെരഞ്ഞെടുപ്പിലെ ഒരു പരാജയത്തിന് കാരണമായി എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഇക്കാര്യം പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ, ഇത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ പാർട്ടി നടത്തി വരികയാണ്. തെറ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിലെ പോലെ നേരെ തിരിച്ചുപോക്ക്, പെട്ടെന്നൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല. നടപടികളിലൂടെ മാത്രമേ തിരിച്ചുപോക്ക് സാധ്യമാവുള്ളൂ. അതിനുള്ള കാര്യങ്ങൾ പാർട്ടി എടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട അക്കാര്യത്തിൽ നടപടി ആവശ്യമായിരുന്നു, നടപടി ഉണ്ടായില്ല എന്നുള്ളതും പൊതുജനങ്ങൾക്കിടയിൽ വലിയ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ഇടവരുത്തി. മറ്റൊരു കാര്യം വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധമാണ്. വെള്ളാപ്പള്ളിയെ മാറ്റി നിർത്തേണ്ടതായിരുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ LDFനായില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പുതിയ തലമുറയെ ആകർഷിക്കാൻ LDFന് കഴിയുന്നില്ല. അതിനുവേണ്ട പരിശ്രമം നടത്തേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ള പ്രചരണത്തെ കാര്യവത്തായി ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ ഒതുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് വലിയൊരു ഘട്ടത്തിലേക്ക് ജനങ്ങളിലേക്ക് സാധാരണ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളും ഇക്കാര്യങ്ങളെല്ലാം ഏത് തരത്തിൽ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പാർട്ടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പി രാജീവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തെ CPM വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അശ്വതി.